ഹാലോങ് ബേ ക്രൂസ്. യെസ്, 3 ഐലാൻഡ് കവർ ചെയ്തിട്ടുള്ള ഒരു വൺ ഡേ ട്രിപ്പാണ് ഈ വിയറ്റ്നാം വ്ളോഗിൽ ഞാൻ കാണിക്കുന്നത്. യെസ്, ഇത് എൻ്റെ വിയറ്റ്നാം ട്രിപ്പിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വ്ളോഗാണ്, 5th വ്ളോഗാണ്. സോ ആ ഒരു ഫുൾ വൺ ഡേയിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഈ 3 ഐലാൻഡ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ആണ് ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത്. So, this is Reshma. Welcome back to my YouTube channel. ഇത് വലിയ ക്രൂസ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു നോർമൽ ബോട്ടാണ്. 3 ഫ്ലോർ ഉള്ളൊരു ബോട്ടിംഗ്. കുറച്ച് ആളുകൾ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇത് പോകുന്നത്. മാക്സിമം ഒരു 30 to 70 റേഞ്ചിൽ ആളുകളുണ്ടാവും അതിൽ. ഒരു ഫുൾ ഡേ ആണ് നമ്മൾ ഈ ഒരു ക്രൂസിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ കയറിയ പാടെ തന്നെ അവർ ഒരു എന്താ പറയുക, വെൽക്കം ഡ്രിങ്ക് അവർ തരും. നമ്മൾ ഫസ്റ്റ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതാണ് ഫസ്റ്റത്തെ ഫ്ലോറാണത്. അവിടെ ആയിരുന്നു നമുക്ക് ഫുഡൊക്കെ അവർ അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പം വെജിറ്റേറിയൻസും നോൺ വെജും ഒക്കെ വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഫുഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ 3 ഫ്ലോറായിട്ടാണുള്ളത്. സെക്കൻഡ് ഫ്ലോറിൽ ഇതേപോലെ വേറൊരു കുറച്ച് ടീമുകളുണ്ട്. പിന്നെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ ഈ DJ സോങ്സും ഡാൻസും കാര്യങ്ങളൊക്കെ ഉള്ളതും കറക്റ്റ് വ്യൂ നമുക്ക് കാണാൻ പറ്റിയ ഒരു ഏരിയ ആയിരുന്നു. അപ്പം നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഈ ഫോട്ടോ സെക്ഷനൊക്കെ കണ്ടില്ലേ, ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടൈം ചെയ്തത്. അതായത് ഫസ്റ്റ് ഐലാൻഡിൽ എത്തുന്നതിൻ്റെ മുന്നേ ഉള്ള വ്യൂകളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ എത്തിയിട്ടില്ല, ഫസ്റ്റ് ഐലാൻഡിൽ എത്തിയിട്ടില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു 3 ഐലാൻഡ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റത്തെ ഐലാൻഡാണ് ടീ ടോപ്പ് എന്ന് പറയുന്ന ഐലാൻഡ്. അവിടെയാണ് നമ്മൾ ഫസ്റ്റ് അറൈവ് ചെയ്യുന്നത്. അവിടെ എന്ന് പറയുന്നത് ഒരു വൈറ്റ് സാൻഡ് ബീച്ചും അതുപോലെ ഒരു ഹൈക്കിങ്ങും ഉള്ളൊരു ഏരിയയാണ്. ഇത് കണ്ടില്ലേ, ഇവിടെയാണ് ഇപ്പോൾ ഫുഡ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ. ഫുള്ള് എന്താ പറയുക, ബീച്ചാണ്. നമുക്ക് നന്നായിട്ട് ആ ഫുൾ ഒരു എന്താ പറയുക, മൂഡ് ഓഫ് വരില്ല. കാരണം ഫുള്ള് നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യാം. ഫുള്ള് 3 ഫ്ലോറിലും ആ ഡേ എന്ത് ചെയ്യാം, ഫുള്ള് നമുക്ക് നടന്ന് പല രീതിയിലും ഫോട്ടോ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ, വീഡിയോസ് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഫുൾ ടൈം ആ ഒരു ഡേ അങ്ങനെ പോയി കിട്ടും. കാരണം അത്രത്തോളം ഉണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ഫുള്ള് ഹിൽസാണ് സൈഡ് മൊത്തം. അപ്പം നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഈ പറഞ്ഞ പോലെ ടീ ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഐലാൻഡിലേക്കാണ്. അതൊരു ലൈക്ക് ഒരു പനോരമിക് വ്യൂ പോയിൻ്റാണ്. ലൈക്ക് ഒരു സ്റ്റണ്ണിങ് 360 ഡിഗ്രിയിലുള്ള ഒരു വ്യൂ പോയിൻ്റാണ്. അത് ഒരു ട്രക്കിംഗ് നമ്മൾ ചെയ്യണം. അറൗണ്ട് 450 to 500 സ്റ്റെപ്സ് നമ്മൾ കവർ ചെയ്താൽ ഏറ്റവും ടോപ്പിൽ കാണാൻ പറ്റും. ലൈക്ക് ഒരു വൈറ്റ് സാൻഡ് ബീച്ചാണ് ആക്ച്വലി. അത് പ്ലസ് ഹൈക്കിംഗ് പോയിൻറ്റും കൂടി ഉള്ള ഒരു ഐലാൻഡാണ് ഈ പറയുന്ന ടീ ടോപ്പ് എന്ന് പറയുന്നത്. ടീ ടോപ്പ് ഐലാൻഡ് ആക്ച്വലി അതിൻ്റെ നെയിം ഇതല്ല. ശരിക്കും അതിൻ്റെ ഒരു നെയിമിംഗ് എന്ന് പറയുന്നത് കാറ്റ്നാങ് ഐലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നെയിമിങ്ങിലായിരുന്നു ആദ്യം. പിന്നെ അറിയാലോ, ഈ ഹോച്ചുമിൻ എന്ന് പറഞ്ഞ അതാണ് പ്രസിഡൻറ്റ്, ഈ വിയറ്റ്നാമിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നല്ലോ. അപ്പോൾ അവർ റഷ്യയുമായിട്ടുള്ള ആ ഒരു സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും ഈ ഒരു ഇതിൻ്റെ പേര് മാറ്റിയത്. അത് 1962 ഈ ഒരു ഐലാൻഡിൻ്റെ പേര് മാറ്റിയിട്ട് ഈ ടീ ടോപ്പ് എന്നുള്ള ഒരു നെയിമിങ്ങിലേക്ക് വന്നത്. അത് ആക്ച്വലി ഈ ടീ ടോപ്പ് എന്ന് പറയുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റഷ്യയിലുള്ള ബഹിരാകാശ യാത്രികനാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു യാത്രികനാണ് ആദ്യമായിട്ട് ഫസ്റ്റ് ഡേ സ്പേസിൽ നിന്നതും അതുപോലെ ഫസ്റ്റ് അവിടുന്ന് ഫോട്ടോഗ്രാഫ് ഒക്കെ എടുത്തതൊക്കെ ഈ വ്യക്തിയാണ്. അപ്പോൾ അയാളുടെ ഒരു ആദര സൂചകമായിട്ടാണ് ശരിക്കും ഈ ഒരു പേര് ഇട്ടത്. ആ ഒരു ഐലാൻഡിൽ തന്നെ ഇയാളുടെ ഈ പറയുന്ന ടീ ടോപ്പ് എന്ന് പറയുന്ന ആളുടെ ഒരു സ്റ്റാച്യു ഉണ്ട്. അത് ലൈക്ക് ഒരു വൈറ്റ് മാർബിൾ ഉള്ള ഒരു സ്റ്റാച്യു ആണ്. അത് അതിൻ്റെ ആ എൻട്രൻസിൽ തന്നെ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും നന്നായിട്ട് നമുക്ക്.
ഫൈനലി ഈ ടീ ടോപ്പ് ഐലാൻഡിൽ എത്തി. അവിടെ ഇനി ഹൈക്കിംഗ് ആണ് ഫസ്റ്റ് ഞാൻ പോയത്. അത് കണ്ടോ, വ്യൂ പോയിന്റ് കണ്ടോ, ഏറ്റവും ടോപ്പിലുള്ള വ്യൂ പോയിന്റ് ആണ്. അല്ല, ടോപ്പിലല്ല, ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോഴുള്ള വ്യൂ ആണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ട്രക്കിംഗ് ചെയ്ത് ഏകദേശം 500 അബോവ് സ്റ്റെപ്സ് കവർ ചെയ്തിട്ട് ഉള്ള ഏറ്റവും ടോപ്പ് വ്യൂ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കണ്ടു കഴിഞ്ഞു, സ്പോട്ടിൽ തന്നെ ഇറങ്ങി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഓരോ ഐലാൻഡിലും നമുക്ക് ക്രൂസ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അറൗണ്ട് 30 to 45 മിനിറ്റ്സ് വരെ അവർ സ്റ്റോപ്പ് ചെയ്യുള്ളൂ. ഇനി അഥവാ നമ്മൾ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇൻ കേസ് നമ്മൾ ഇത് മിസ്സാക്കിയാൽ ഈ ക്രൂ നമുക്ക് വേണ്ടിയിട്ടൊന്നും കുറേ സമയം വെയിറ്റ് ചെയ്യില്ല. അവർ പറഞ്ഞ ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ അവർ പോകും. പിന്നെ നമ്മൾ അടുത്ത ക്രൂവിന് വേണ്ടിയിട്ട് വേറെ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടേക്ക് വരണം. അപ്പം നമ്മളെ ടൈമിംഗ് ഒക്കെ അവിടെ മിസ്സാവും, എല്ലാം ടോട്ടലി ഫ്ലോപ്പാവും. പിന്നെ അതൊക്കെ റെഡിയായി വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇത് ഒരു അറൗണ്ട് കറക്റ്റ് ഒരു ഫുൾ ഡേ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ തന്നെ ആ എൻട്രൻസിൽ ആ വൈറ്റ് കണ്ടില്ലേ, ഒരു സ്റ്റാച്യു കണ്ടില്ലേ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്റ്റാച്യു. കണ്ടോ, എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു ഏരിയയാണ്. പിന്നെ സെക്കൻഡ് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്വിമ്മിങ് ചെയ്യുക, അതായത് ബീച്ചിൽ കളിക്കാനും സ്വിമ്മിങ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടെങ്കിലും നമുക്ക് ഈ ട്രക്കിംഗ് ആണല്ലോ നമുക്ക് മെയിൻ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്വിമ്മിങ് എല്ലാത്തിനുള്ള സമയമില്ല. ഇത് പെട്ടെന്ന് നമുക്ക് തീർക്കണം. പിന്നെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ സ്വിമ്മിങ് ചെയ്യാനുള്ള സമയമില്ല. പക്ഷേ വെള്ളത്തിലൊക്കെ കുറച്ച് കളിച്ചു. പിന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള വൈറ്റ് സാൻഡാണ് അവിടെ ഉള്ളത്. അത് നല്ല രസമാണ് കാണാൻ. സോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ക്രൂസിൽ കയറി ഇനി അടുത്ത ഐലാൻഡിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പോൾ അടുത്ത ഐലാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. അടുത്ത ഐലാൻഡ് എന്ന് പറയുന്നത് ബേഹോൺ ഐലാൻഡ് എന്ന് പറയുന്ന ഒരു ഐലാൻഡാണ്. അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേവ് ആണ്. സർപ്രൈസ് കേവ് എന്ന് പറയും. കാരണം അതിൻ്റെ ഉള്ളിൽ പോയാൽ തന്നെ ഭയങ്കര ഒരു സർപ്രൈസിങ് ആണ്. ഭയങ്കര നമുക്ക് കാണാൻ മാത്രമുണ്ട്. വാക്കിംഗ് ചെയ്യാനും കുറേ വാക്കിംഗ് ചെയ്യാനും അവിടുന്ന് ഫോട്ടോഗ്രാഫി എടുക്കാനും പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ അവിടെയുള്ള ഗൈഡ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ സ്റ്റെപ്സ് ഇങ്ങനെ കയറിയിട്ട് പോകണം. അപ്പ് ആൻഡ് ഡൗൺ സ്റ്റെപ്സ് കയറി പോകണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലും അപ്പ് ആൻഡ് ഡൗൺ കുറേ സ്റ്റെപ്സ് ഉണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് വാക്കിംഗ് ഉണ്ട്, അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. പിന്നെ കർവിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ചെറിയ പാസേജിലൂടെ പോകുന്ന വാക്കിംഗ് ഉണ്ട്. പിന്നെ അങ്ങനെ ഭയങ്കര തണുപ്പാണ് അവിടെ. ഏത് ആ ഒരു സ്പേസിൽ നമ്മൾ ഒന്ന് ടച്ച് ചെയ്യുകയാണെങ്കിലും ഭയങ്കര തണുപ്പുള്ളൊരു ഏരിയ ആണ്. ഇത് ആക്ച്വലി ഫുള്ളി നാച്ചുറൽ അല്ല, കുറച്ച് ഏരിയ മാത്രമേ നാച്ചുറൽ ആയിട്ടുള്ളൂ. ബാക്കിയൊക്കെ മാൻ മെയ്ഡാണ്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കർവാണ്. കാരണം ഇത് ടൂറിസ്റ്റിനൊക്കെ വന്ന് ഉള്ളോട്ട് കാണണമെങ്കിൽ ഓഫ് കോഴ്സ് അതെന്തായാലും നമുക്ക് കുറച്ച് ആർട്ടിഫിഷ്യലൊക്കെ ചെയ്യേണ്ടി വരും. കണ്ടോ, ആ ഒരു സ്പേസ് കണ്ടോ, പാസേജ് കണ്ടോ, അതിൻ്റെ ചെറിയ സ്പേസാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോവുക. പിന്നെ ഫോട്ടോഗ്രാഫീസൊക്കെ എടുക്കാനുള്ളൊരു ഏരിയ അവിടെ ഉണ്ട്. ഈ ബോഹോൺ ഐലാൻഡ് എന്ന് പറയുന്നത് ആക്ച്വലി ദ ഹാർട്ട് ഓഫ് ദ ഹാലോങ് ബേ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും ഹ്യൂജ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഈ ഒരു കേവ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു കേവിന് 2 ചേംബറാണുള്ളത്. ഒന്ന് ഒരു വെയിറ്റിംഗ് റൂം എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒന്നുള്ളത് ഇന്നർ സാങ്ക്ടം എന്നാണ് പേര്. അങ്ങനെ 2 ചേംബറിലാണ് ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കാണാനുള്ളത്. അതിൽ തന്നെ നമുക്ക് അത് ആർട്ടിഫിഷ്യൽ തന്നെ ആയതുകൊണ്ട് തന്നെ അവിടെ കുറേ നാച്ചുറൽ ലൈറ്റ്സുകളൊന്നുമല്ല, അത് നമ്മളെ നോർമൽ ലൈറ്റുകൾ അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ചില ഏരിയയിലൊക്കെ നമുക്ക് ചിലപ്പം ഈ മൊബൈൽ ടോർച്ചൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. ചില ഏരിയയിൽ എന്താ പറയുക, നോർമൽ ലൈറ്റ്സ് ഉണ്ട്. എന്നാലും ഫുള്ളി ഒരു ഡിം ലൈറ്റ് പോലെയാണ് ഉള്ളത്.
എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ കുറേ സിംബൽസുകൾ ഇവരിങ്ങനെ പറഞ്ഞു തരും. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. കുറേ അതായത് ലയണിൻ്റെയും ഡിയർ അങ്ങനെ കുറേ ഹോഴ്സിൻ്റെയൊക്കെ സിംബൽസ് അടങ്ങിയിട്ടുള്ള, അതുപോലെ തന്നെ ഇവർ ആരാധിക്കുന്ന കുറേ ദൈവങ്ങളുടെ സിംബൽസും കാര്യങ്ങളൊക്കെ ഈ ഗുഹയിലുണ്ട് എന്നൊക്കെ. അതൊക്കെ നാച്ചുറലി ആയിരിക്കും എന്ന് പറയുന്നു. ചിലത് ആർട്ടിഫിഷ്യലും ഉണ്ടാകാം. പിന്നെ ഫുട് പ്രിൻസുകൾ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടായിരിക്കും അതിനൊരു സർപ്രൈസ് കർവ് എന്ന് തന്നെ പറയുന്നത്. ഇത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് 1901 ഓക്കെ. ഈ വീഡിയോയിൽ കാണുമ്പം ഈ ഗുഹ അത്ര ഭയങ്കര ചെറുതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇത് ഭയങ്കര ഹ്യൂജാണ്. നമുക്കത് ഫുള്ളി മൊബൈലിൽ നമുക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ഭയങ്കര വൈഡായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെയും നമുക്കത് ഫുള്ളി കാണാൻ പറ്റൂ. കാരണം ഈ ഒരു കർവിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് കുറേ എന്താണ് ഫുട് പാത്ത് ഉണ്ട്. അങ്ങനെ നടന്ന് കാണാനല്ല, കണ്ടോ? ആ ഒരു വേ ആണ് നമുക്ക് നടക്കാനുള്ള ഒരു ഏരിയ ടൂറിസ്റ്റിന്. അതിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ റോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ഫുട്പാത്തിൽ കൂടെ മാത്രമേ നമുക്ക് നടക്കാൻ പറ്റൂ. മറ്റേ ബാക്കിയുള്ള ഏരിയയിൽ കൂടെ ഒന്നും നമുക്ക് അലൗഡ് അല്ല. അവർ പറയുന്ന രീതിയിൽ തന്നെ നമുക്ക് നടക്കണം. കാരണം ഒന്നും നശിപ്പിക്കാൻ പാടില്ല. കാണുക, പോവുക എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. കാരണം അതിൻ്റെ ഏറ്റവും ടോപ്പ് ഹൈറ്റിലൊക്കെ ഒക്കെ ഇതുപോലെ മാൻമെയ്ഡായിട്ട് റോക്സൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലത്തെ വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴത്തെ ഈ വീഡിയോയിൽ കാണുന്നില്ലേ, ആ വൈറ്റ് കളറില്ലേ ലെഫ്റ്റ് സൈഡുള്ള, അതൊക്കെ എന്താണ് മെറ്റീരിയൽ എന്ന് അറിയില്ല. പക്ഷേ അതൊക്കെ ഈ മാൻമെയ്ഡായിട്ട് സെറ്റ് ചെയ്തതാണ്. അവിടെ തന്നെ നമുക്ക് ഡയറക്റ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് മാൻമെയ്ഡ്, ഏതൊക്കെയാണ് ആർട്ടിഫിഷ്യൽ എന്ന് കണ്ടാൽ മനസ്സിലാവും. അത് കണ്ടില്ല, അത് അവരാ രീതിയിൽ നാച്ചുറലി ഉള്ളൊരു ലെവലിൽ കാണാൻ ഉള്ള രീതിയിൽ ആക്കിയിട്ടുണ്ടെങ്കിലും നമുക്കത് കണ്ടാൽ മനസ്സിലാകും അത് മാൻമെയ്ഡ് ആണ് എന്നുള്ളത്. പിന്നെ ലാസ്റ്റ് നമ്മൾ എഗെയിൻ പുറത്തേക്ക് വന്നിട്ടുള്ള വ്യൂ ആണിത്. ഇത് കർവ്ന്ന് വീണ്ടും ഞാൻ പറഞ്ഞു ഡൗൺ സ്റ്റെപ്പ് ഇറങ്ങി വരണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ക്രൂസിലേക്ക് പോകുന്ന വഴിയാണ്. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു എല്ലാ ഐലാൻഡിലും നമുക്കൊരു 30-45 മിനിറ്റ്സ് ആണ്. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ അറൗണ്ട് 45 മിനിറ്റ്സ് കഴിഞ്ഞു. കാരണം അത് ഓവറോൾ കാണാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകുന്ന വഴിയാണ് ഈ ഒരു വേ എന്ന് പറയുന്നത്. അവിടെ ആ ഏരിയയിലൊക്കെ ഈ കടുക്ക പോലത്തെ സംഭവമൊക്കെ ഈ കല്ലിലിങ്ങനെ കിടക്കുന്നുണ്ട്. കടുക്കയാണോ എക്സാക്ട്ലി അറിയില്ല, എരുന്തോ കടുക്കയോ അങ്ങനെ എന്തോ ആണോ, അതാണ് ഞാനിങ്ങനെ പറയുന്നുണ്ട് അത് ആണെന്ന്. കണ്ടോ, അത് ഭയങ്കര വ്യൂ ആണ് അതിൻ്റെ ഫുൾ സൈഡ്. കാരണം ക്യാമറയിൽ ഫുൾ അങ്ങോട്ട് കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഉള്ളത്. അങ്ങനെ ഫൈനലി നമ്മൾ ക്രൂസിൻ്റെ അടുത്തെത്തി. കുറേ ആളുകൾ നേരത്തെ വന്നിട്ട് അവിടെ വെയിറ്റിംഗ് ചെയ്യാണ്. ക്രൂസ് ഓൾറെഡി ഉണ്ട് അവിടെ. അപ്പം പിന്നെ നമ്മൾ എഗെയിൻ അടുത്ത ഐലാൻഡിലേക്ക് മൂവ് ചെയ്യുവാണ്. വീണ്ടും എഗെയിൻ ഇങ്ങനെ ട്രാവലിംഗ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ബോഹോൺ ഐലാൻഡ് ഇല്ലേ, അതിൻ്റെ ബാക്കി പാർട്ടായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. പക്ഷേ അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് അവിടെ ഒരു കേവ് ഉണ്ട്. അതിൻ്റെ പേരെന്ന് പറയുന്നത് ലുവോൺ കേവ് എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ഫുള്ളി വീഡിയോസ് എൻ്റെ കയ്യിലില്ല. പക്ഷേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൽ കയാക്കിംഗ് ഉണ്ടായിരുന്നു. അതായത് കയാക്കിംഗ് ചെയ്തിട്ടാണ് ആ കേവിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് പോകേണ്ടത്. അപ്പോൾ കയാക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാമറ, മൊബൈൽ ഇതൊന്നും അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അത് ഞങ്ങളെ റെസ്പോൺസിബിലിറ്റി അല്ല. നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അതിൽ വെള്ളം എന്തായാലും കയാക്കിംഗ് ചെയ്യുമ്പോൾ ഫുള്ളി നമ്മളെ ഫുള്ള് ബോഡി നനയും. അപ്പോൾ അതിൽ മൊബൈലൊക്കെ കൊണ്ടുവന്ന മൊബൈൽ ഫുള്ള് നനഞ്ഞ് പിന്നെ കേടാവും. അതുകൊണ്ട് ഞാൻ മൊബൈൽ കാര്യങ്ങളൊന്നും അത് കയാക്കിംഗ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ആ വ്യൂ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം കയാക്കിംഗ് ഉണ്ടായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയത്. അത്രയും ഡീപ്പായിട്ടുള്ള വാട്ടറാണ്. അങ്ങനത്തെ ഒരു ഡീപ്പായിട്ടുള്ള വാട്ടർ കയാക്കിംഗ് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതെന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം, എന്തായാലും കുഴപ്പമില്ല എന്നൊക്കെ ഇട്ടിട്ട് മറ്റേ സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ടിട്ട് പോയി. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തുതരാൻ കൂടെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കങ്ങനെ വീഡിയോസൊന്നും ഇല്ല. കാരണം അത് ഒറ്റയ്ക്ക് തന്നെ നമ്മൾ ചെയ്യല്ലോ. അപ്പോൾ ആരും വീഡിയോ എടുത്തുതരാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതൊന്നും കിട്ടിയില്ല വീഡിയോസ്. എടുത്തിട്ടുമില്ല.
പക്ഷെ അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ. അതുപോലെ തന്നെ അതിൽ സ്പീഡ് ബോട്ടിംഗ് ഉണ്ട്. പിന്നെ നോർമലി ബാംബു ആണോന്നറിയില്ല. വേറൊരു ടൈപ്പ് ബോട്ടിങ്ങും ഉണ്ട്. സ്ലോ ബോട്ടിംഗ് ആണ്. അതും ഉണ്ട്. അപ്പം ഏകദേശം അപ്പം ഈ 3 ടൈപ്പാണ്. അപ്പം ഞാനതിൽ സെലക്ട് ചെയ്തിട്ടുള്ളത് കയാക്കിംഗ് ആയിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് അതിലൂടെയാണ് ഇങ്ങനെ തലയൊക്കെ താഴ്ത്തിയിട്ട് കയാക്കിംഗ് ചെയ്തിട്ട് പോണത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഏകദേശം ആ സമയം അതവിടെ കയാക്കിംഗ് കഴിയുമ്പോഴത്തേക്കും സൺസെറ്റ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് സ്പീഡ് ബോട്ടിംഗ് ആണ്. അതിൽ കണ്ടില്ലേ ഇൻ ബിറ്റ്വീൻ 2 റോക്കിൻ്റെ ഉള്ളിൽ കൂടെ സ്പീഡ് ബോട്ടിംഗ് പോകുന്നത്. അതുപോലെ തന്നെയാണ് ഈ കയാക്കിംഗ് ചെയ്യുന്ന സമയത്തും ഇൻ ബിറ്റ്വീൻ ഉള്ള റോക്ക് അല്ലെങ്കിൽ ഫുൾ കവർ ചെയ്ത റോക്കിൻ്റെ അടിയിൽ കൂടെ നമ്മളിങ്ങനെ കയാക്കിംഗ് ചെയ്തിട്ട് പോകുന്ന വ്യൂസ്. അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ്. ഏറ്റവും ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ സ്ലോ ബോട്ടിങ്ങും ഈ ഈ എല്ലാം കൂടി കൂട്ടിയിടിച്ചിട്ട് വീഴാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഇൻസിഡൻസ് ഒക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ബട്ട് വോട്ടെവർ ബാക്കിയെല്ലാം ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെയുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഫൈനലി എന്താ പറയുക, നമ്മൾ തിരിച്ച് റിട്ടേൺ പോകുന്ന സമയത്ത് സൺസെറ്റ് ഇൻ ബിറ്റ്വീൻ 2 റോക്കിൻ്റെ ഇടയിലൂടെ ഉള്ളൊരു സൺസെറ്റ്, അത് കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഏകദേശം നല്ല ഇരുടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സൺസെറ്റിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. കണ്ടില്ലേ സ്കൈ ഒക്കെ കണ്ടില്ലേ, വേറൊരു റെഡിഷ് കളറ്, ഭയങ്കര റെഡിഷ് കളറാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, എൻ്റെ ഈ വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ക്ലൈമറ്റ് മൊത്തത്തിൽ ഏകദേശം ഒന്ന് മാറിയിട്ടുണ്ട്. പക്ഷെ നല്ല തണുപ്പുമുണ്ട്. സൺസെറ്റിൻ്റെ ഒരു ടൈമിങ് വന്നുകൊണ്ടിരിക്കുവാണ്. ഓവറോൾ എൻ്റെ ഇപ്പോഴത്തെ ലാസ്റ്റ് ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും കുറച്ച് നല്ലൊരു ഡിം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സൺസെറ്റ് നമുക്ക് കാണാൻ തുടങ്ങാൻ പോവുകയാണ്. സൺസെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ടൈമിൽ ഏകദേശം ആ ടൈം ആവുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ 3 ഫ്ലോറാണ്. അതിൽ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ DJ സോങ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഡ്രിങ്ക്സ് കാര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതോടുകൂടി നമ്മളെ വിയറ്റ്നാം ട്രിപ്പിൻ്റെ വ്ളോഗ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത പുതിയ വ്ളോഗുമായിട്ട് നമുക്ക് അടുത്ത സീരീസിൽ കാണാം. സോ അൺടിൽ ദെൻ ബൈ, ഇറ്റ്സ് മീ രേഷ്മ.